ഹായ്, മിനി ആൽബം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ വീഡിയോ. കംപ്ലീറ്റ് എഡിറ്റിംഗ് മുതൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലേക്ക് ഞെക്കിയാൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ആൽബം, ഫോട്ടോ ഫ്രെയിംസ്, പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ ഒരു ബ്ലൂ കളറിൽ പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തിട്ട് കസ്റ്റം സൈസ് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ നമ്മൾ ഏത് സൈസിലാണോ ആൽബം ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ആൽബത്തിൻ്റെ സൈസ് കൊടുക്കണം. അത് അവിടെ പിക്സലിലായിരിക്കും കിടക്കുന്നത്. അതിനെ ഇഞ്ചാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ആ തുറന്നു വന്ന പേജാണ് അവിടെ കണ്ടത്. അതിനുശേഷം താഴെ ഒരു ഗാലറി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണുന്നില്ലേ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് കാണാം. അതിപ്പോൾ ഇമേജസ് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും അങ്ങനെ ഏത് സെക്ഷനിലാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഈ റൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് ടെംപ്ലേറ്റ്സ്, താഴെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ആ ടെംപ്ലേറ്റ്സ് എടുത്തിട്ട്, ടെംപ്ലേറ്റ്സ് അല്ല, ആ ഡിസൈൻ എന്ന് പറഞ്ഞ് താഴെ കാണുന്നില്ലേ, അതെടുത്തിട്ട് അതിൽ ലവ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടെംപ്ലേറ്റ്സ്, കാണാൻ ഭംഗിയുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. ഇനി ഞാൻ മിക്കവാറും എല്ലാ ആൽബത്തിലും ഒരു കോട്ട് എന്തെങ്കിലും നമുക്ക് ആ ഒരു ഇത് കാണുമ്പോഴത്തേക്ക്, ആ ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നൂലേ. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്കൊരു കോട്ട് വെച്ചാൽ ശരിയായിരിക്കും. കോട്ടെന്ന് വെച്ചാൽ റൈറ്റിംഗ് എന്തെങ്കിലും എന്തോ വിഷോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൽ പോകണം. ഇപ്പം ലവ് കോഡ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ലവുമായിട്ട് ബന്ധപ്പെട്ട കോഡ്സ് വരും. പിന്നെ അതേപോലെ കിഡ്സ് റിലേറ്റഡ് കോഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് വരും. അങ്ങനെ നമുക്ക് ഏതാണ് വേണ്ടത് അത് ഗൂഗിളിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ ഇതിനെന്താണ് പറയുന്നത്, ഒന്നുകിൽ നമുക്ക് ഇതിൽ തന്നെ കണ്ട ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അതിൽ ഒരു ഫോണ്ട് കാണുന്നില്ല, അതിനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാനുള്ളത് അവിടെ വേണമെങ്കിൽ വയ്ക്കാം. അതല്ലെങ്കിൽ താഴെ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആ ലെറ്ററിൽ തൊടുമ്പോഴത്തേക്കും ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ആ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ ഹാൻഡ് റൈറ്റിംഗ്, അതല്ലെങ്കിൽ കാലിയോഗ്രഫി, ഇങ്ങനെ ഈ സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫോണ്ട് കിട്ടും. ഇഷ്ടം പോലെ നല്ല ഫോണ്ടുകൾ കിട്ടും ഫ്രീ ആയിട്ട്. പിന്നെ ഇത് വയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതെന്തെന്ന് വെച്ചാൽ ഇതിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ടെംപ്ലേറ്റ്സും അതെ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ലവ് അങ്ങനത്തെ കുറേ സിമ്പിൾസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടത്, അയ്യോ അതങ്ങ് മാഞ്ഞുപോയി. ആ താഴെ ഭാഗത്ത് തന്നെ ഡിസൈൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ എലമെൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ലവിൻ്റെ സിമ്പിളാണ് വേണമെന്നുള്ളതെങ്കിൽ ലവ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി സ്മൈൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, അതല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഇത് വരും, എലമെൻറ്റ്സ് വരും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് ഫ്രെയിമൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്. നമ്മുടെ എലമെൻറ്റ്സ് എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതായത് ക്ലോക്ക്, ഹോസ്പിറ്റൽ, ഡോക്ടർ, അങ്ങനെ എന്തെന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റ്സിനകത്ത് തന്നെ ഉണ്ട്. വേറെ ഒരിടത്തും പോവേണ്ട ആവശ്യമില്ല. പിന്നെ അഥവാ നമുക്ക് കുറച്ചും കൂടി സെർച്ച് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ടെന്നാണ് തോന്നുന്നത്.
PINTREST പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണം. ഒരു റെഡ് കളറിൽ നടുക്കൊരു പി ഒക്കെ എഴുതിയിട്ട് ഇതിനകത്താണെങ്കിൽ നമുക്ക് അതേപോലെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കലണ്ടറുകൾ എന്ന് വെച്ചാൽ ചില ഇതിൽ കണ്ടിട്ടില്ല. ഇതാണ് പിൻട്രസ്റ്റ് ആപ്പ്. ഇതിൽ നമുക്ക് നമുക്ക് ചിലപ്പോൾ ബർത്ത് ഫ്രെയിമിലൊക്കെ നമുക്ക് ഒരു മാസത്തെ കലണ്ടർ വയ്ക്കണം. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ആൽബത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗൂഗിളിൽ പോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഗൂഗിളിലാണ് പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഫസ്റ്റ് വരുന്നതാണ് അതിലോട്ട് നമ്മൾ പിക്ചർ ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ റിമൂവ് ചെയ്യേണ്ടത് ആ പിക്ചർ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. നല്ല സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. പിന്നെ അതിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, വീണ്ടും പറഞ്ഞു വെറുപ്പിക്കുന്നതെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പറ്റുകയാണെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ചാനലിലെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണണം. ഇത് ക്രാഫ്റ്റിൻ്റെ വീഡിയോ കുറച്ച് മാത്രമേ 2-3 ഉള്ളൂ. അല്ലാതെ ഇഷ്ടംപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോണിറ്റൈസ് ആയ ചാനൽ ാണ് പക്ഷേ നമുക്ക് ഇതുവരെ ഇൻകം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് വലിഞ്ഞു വീഡിയോസ് ഇടുന്നതിൽ, അതാണ് പറ്റിപ്പോയത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചിലപ്പോൾ മെസ്സേജ് നോക്കാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ടാണ്. പിന്നെ എഡിറ്റിങ്ങിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് PNG ആയിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ലേസർ പ്രിൻ്റാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ പ്രിൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. ഒരു ഷീറ്റിന് എത്രയാണെന്നുള്ള റേറ്റ് ഞാൻ കറക്റ്റ് മറന്നുപോയി. 50 ആണെന്നാണ് എൻ്റെ ഓർമ്മ. A3 ഷീറ്റിലാണ് ഇത് സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നത്. A3 ഷീറ്റിൽ ഇത് 5x5 സൈസ് ആൽബം ആണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. 5x5 ആകുമ്പോൾ ഒരു A3 ഷീറ്റിൽ നമുക്ക് 6 പേജസ് ആഡ് ചെയ്യാം. അപ്പോൾ 2 പേജസിലായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആ പേപ്പർ കട്ടർ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അത് വരുന്നത് ഒരു 780 രൂപ എന്തോ ആയിരുന്നു അന്ന്. അത് ഇപ്പം ഏകദേശം 6 മാസത്തിലധികമായി. അപ്പം റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോൾ ഇടുന്നത് ഒട്ടുമിക്ക ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സും ഈ പേപ്പറിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നു, അങ്ങനെയാണ് പറയുന്നത്. പേപ്പർ പഞ്ചിങ് എന്നാണ് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റേ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ, 1-2 ഹോൾ പിന്നെ അതാണ് ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്പൈറൽ ചെയ്യുമ്പോഴേ അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത്, പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒന്നാമത് നമുക്ക് ടെൻഷനായിരിക്കും, ഇത് കറക്റ്റായി വരുമോ എന്നുള്ള. അപ്പോഴത്തേക്കും അതിൻ്റെ കൂടത്ത് എന്തായാലും തെറ്റിപ്പോവും. അതുകൊണ്ട് അതിനേക്കാളും മറ്റേ ആ പേപ്പർ പഞ്ചർ ഇത് അവിടെ കാണാൻ വേണ്ടി ചെറുതായിട്ട് പറ്റുന്നുണ്ട് ആ പച്ച കളർ. ഇപ്പോൾ ബാക്കി കുറച്ച് വീഡിയോ കൂടി ഉണ്ട്. ഞാൻ വീഡിയോ ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ഇത്രയും. അപ്പോൾ ആ പേപ്പർ പഞ്ചർ എന്ന് തന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഗൂഗിളിൽ. അപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നത് 2300 എത്ര രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് പേ ലെറ്ററിൻ്റെ ഇതുണ്ടായിരുന്നത് കൊണ്ട് വാങ്ങിച്ചിട്ട് പിറ്റേ മാസമാണ് ഞാൻ അതിൻ്റെ ക്യാഷൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് വേണം, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് അത് എനിക്കുള്ളതാണ്. ഇങ്ങനെ ഈ ആൽബം വേറെ രീതിയിലൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പിന്നെ ഈ ആൽബം നല്ല ഗ്ലൈസിങ്ങിൽ ചെയ്യണത് കണ്ടിട്ടുണ്ട്. അതിന് സെറാമിക് പ്രിൻ്റ് എന്നാണ് പറയുന്നത്. ആ പ്രിൻറ്റിന് നല്ല റേറ്റ് ആവും കേട്ടോ. ഇത് ഞാനിപ്പോൾ ലേസർ പ്രിൻ്റാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഈ റേറ്റിന് ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിപ്പോൾ ഒരു സ്ക്രാപ്പ് ബുക്ക് പോലത്തെ പ്രിന്റഡ് ആയിട്ടുള്ള സ്ക്രാപ്പ് ബുക്ക് ആൽബം എന്ന് വേണമെങ്കിൽ പറയാം, പ്രിന്റഡ് സ്ക്രാപ്പ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
ആ രീതിയിലാണ് ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ട പേപ്പർ പഞ്ചർ അതാണ്, ആ വെള്ളയും പച്ചയും കളറിൽ കാണുന്നില്ലേ, അതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ്, കുറച്ച് കട്ടിയുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വച്ചിട്ട്, ഞാൻ പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അത് സ്പൈറൽ ചെയ്യാൻ വിചാരിക്കുന്നത് ആ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വച്ചതിന് ശേഷം ഇത് ഈ പേപ്പർ പഞ്ചറിലോട്ട് വച്ച് ഹോൾ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒന്നേന്ന് അതെടുത്ത് അടുക്കേണ്ടി വരില്ലേ, മറ്റത് ആ ഒരു പ്രസ് ചെയ്തതുപോലെ ഇരിക്കും. പിന്നെ ഒരുപാടെണ്ണം ഒന്നും ഇതിൽ ഇതിപ്പോൾ 300 GSM പേപ്പറിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാടെണ്ണം ഒന്നും വയ്ക്കാനായിട്ട് പറ്റൂല. ഒരു 5 എണ്ണമൊക്കെ 5 അല്ലെങ്കിൽ 6 എണ്ണമാണ് നമുക്ക് മാക്സിമം വയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. 4 എണ്ണമാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എൽസുനെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തോ പറയണുണ്ട്. എന്തായാലും വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങാൻ വേണ്ടി നല്ലതുപോലെ ആദ്യം അടുക്കി വെച്ചിട്ട്, ഇതിപ്പം എല്ലാ ഹോളും കറക്റ്റ് അളവിലല്ലേ ഉള്ളത്, അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പമായിട്ടുണ്ട്. അറ്റത്ത് നിന്ന് കണ്ടില്ലേ, അതിൻ്റെ ഒരറ്റം ഇങ്ങനെ കണ്ടില്ലേ പുറത്തോട്ട് എടുക്കണം. പിന്നെ അടുത്തതിലോട്ട് അതിനൊന്ന് പിടിച്ച് വെക്കണം. എന്നിട്ട് നമ്മുടെ വലത് കൈ കൊണ്ട് ഇപ്പുറത്തെ സൈഡ് കറക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടത് സൈഡിൽ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് കണ്ട അതേപോലെ കറക്കി കറക്കി വിടണം. ഈ ഒരു പരിപാടിയേ ഉള്ളൂ. കറക്റ്റായിട്ട് ഹോള് കറക്റ്റായിട്ടിട്ടാൽ അത് കറക്റ്റായിട്ട് ആയിക്കോളും. ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഹോളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അപ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഒരു വളയം ഇങ്ങനെ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാനിപ്പോൾ കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞിട്ട് ഞാനത് കാണിച്ചിട്ടുണ്ട്. കണ്ട ഒന്നും കൂടെ അവിടെ കയറ്റി കണ്ടില്ലേ, ഒരു റൗണ്ടും കൂടെ അവിടെ ചുറ്റി വെച്ച്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു റൗണ്ട് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ.